കരുവന്നൂർ കേസും മാസപ്പടി കേസും വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ADGP അജിത് കുമാറിനെ RSS നേതാവിനെ കാണാൻ പറഞ്ഞു വിട്ടത് VD സതീശനല്ല, പിണറായി വിജയനാണ്. ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട മതേതരത്വം, അതിന്റെ ക്ലാസും വേണ്ട. 77-ൽ അറിയാം, അദ്ദേഹം ലോകസഭയിലേക്ക് ജയിച്ച ചെറുപ്പക്കാരനാണെന്ന് അല്ലേ? 48 വർഷം മുമ്പ് നേതാവായി, വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് VM സുധീരൻ. അന്ന് പിണറായി വിജയൻ അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSന്റെ പിന്തുണയോടുകൂടിയാണ്. ഞങ്ങളെ കൊണ്ട് ചരിത്രമൊന്നും പറയിപ്പിക്കരുത്, ചരിത്രമൊന്നും പറയിപ്പിക്കണ്ട. എന്നിട്ട് ഇപ്പൊ പറയാൻ, ഇപ്പൊ ഒരു കപ്പും കൊണ്ടുവന്നു, ആ കപ്പിന് കുറെ PR കൊടുത്തു ഇല്ലേ? അവളോടൊപ്പമാണെന്ന് പറഞ്ഞു. അവളോടൊപ്പം അല്ല, പിണറായി വിജയൻ വൃത്തികേട് കാണിക്കുന്ന അവന്മാരോടൊപ്പമാണ്, അവളോടൊപ്പം അല്ല. നിങ്ങൾ KB ഗണേഷ് കുമാറിനെതിരായി 2013 ഒരു കേസുണ്ടായി ഇല്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. ഇപ്പൊ പുറത്താക്കണമെന്ന് പറയും ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടി രാജി എഴുതി വാങ്ങി പുറത്താക്കി. ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമായ ഗണേഷ് കുമാറിന് അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉണ്ടായി. ഇപ്പൊ പിണറായി പറയും അത് കുടുംബ പ്രശ്നമാണ്. എടോ, ഇരട്ടത്താപ്പാണ്. നിങ്ങൾ ഇരട്ടച്ചങ്കനല്ല, നിങ്ങൾ ഇരട്ടത്താപ്പുകാരനാണ് അല്ലേ? 2013-ൽ ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം എന്നാവശ്യപ്പെട്ട പിണറായി വിജയൻ അതിനേക്കാൾ ഗുരുതരമായ കേസ് ഗണേഷ് കുമാറിനെതിരെ വന്നപ്പോ കുടുംബ പ്രശ്നമാണ്, ഒന്നും ചെയ്യണ്ടാണ്. ഇതാണ് ഇരട്ടത്താപ്പ്, ഇരട്ടച്ചങ്കല്ല, ഇരട്ടത്താപ്പാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യും. ഇപ്പൊ ഞങ്ങളുടെ CPM-ൽ ഒഴുക്ക VM പറഞ്ഞത് കറക്റ്റാണ്. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം UDF-നെ വോട്ട് ചെയ്യുള്ളൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, നല്ല കമ്മ്യൂണിസ്റ്റാണ് കാണുമ്പോൾ ചിരിച്ചോളാൻ. ഞാൻ ഇവിടെ വരുമ്പോൾ VM ഈ ഏഴിക്കര പഞ്ചായത്തൊക്കെ CPM-ന്റെ കോട്ടയാണ്. ചെല്ലുമ്പോൾ നമ്മൾ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, നമ്മൾ നോക്കൂല ബോത്തേക്ക്. ഇപ്പൊ പഞ്ചായത്തൊക്കെ ഞങ്ങൾ തൂത്തുവാരി 2 സീറ്റായിട്ടാണ് കഷ്ടിച്ച് കിട്ടിയത് അല്ലേ? CPM-ന് കിട്ടിയത്. ഈ തൊട്ടപ്പുറത്തെ ചിറ്റാറ്റുകര പഞ്ചായത്ത് CPM-ന്റെ കോട്ടയായിരുന്നു ഇല്ലേ? അവിടേക്ക് നമ്മൾ എന്ത് വിജയമാണ് നേടിയത്. പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പൊ നമുക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യും. ഇടതുപക്ഷ സഹയാത്രികർ നമുക്ക് വോട്ട് ചെയ്യും. VM എനിക്ക് കെട്ടിവെക്കാൻ പണം തന്നത് പ്ലാച്ചിമടയിലെ സമരസമിതിയാണ്. അവരവിടെ നിന്ന് വന്നു, പാലക്കാട് നിന്ന് ഇവിടെ. കാരണം ജനകീയ പ്രശ്നങ്ങളിൽ UDF ആണ് അവരുടെ കൂടെ നിൽക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരതുകൊണ്ടാണ് കളക്ട് ചെയ്ത പാവങ്ങളാണ്. അവർ 100 രൂപ വെച്ച് കളക്ട് ചെയ്ത പൈസയുമായിട്ടാണ്, കഷ്ടപാവങ്ങളുടെ പൈസയുമായിട്ടാണ് ഇന്നലെ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ നേരത്തെ ഇവിടെ വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, UDF വന്നാൽ ജനകീയ പ്രശ്നങ്ങളിൽ പാവപ്പെട്ടവന്റെ കൂടെ UDF നിൽക്കും. ആ വിശ്വാസമാണ്. അതുകൊണ്ട് CPM തകരുകയാണ്. ബംഗാളിൽ 33 വർഷത്തെ ഭരണം വേണ്ടി വന്നു CPM തകരാൻ. ഇവിടെ 10 വർഷവും വേണ്ടി വന്നുള്ളൂ. നോക്കിക്കോ നിങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടായ പ്രവാഹം കണ്ടില്ലേ? എത്ര പേരാണ്. ഞാൻ പുതുയുഗ യാത്രയിൽ എന്നെ അത്ഭുതപ്പെടുത്തി. 100-ലധികം സ്റ്റേജുകളിൽ CPM നേതാക്കന്മാർ കോൺഗ്രസിൽ ചേരുക, CPM നേതാക്കൾ കോൺഗ്രസിൽ ചേരുക. രക്തസാക്ഷികളുടെ കുടുംബം, തിരുവനന്തപുരത്ത് വിഷ്ണു എന്നുള്ള രക്തസാക്ഷിയുണ്ട്. BJP-ക്കാർ കൊന്നാണ് CPM-കാരൻ. ആ വിഷ്ണുവിന്റെ കുടുംബം ഞാൻ പുതിയ യാത്ര തുടങ്ങുന്നതിന്റെ തലേ ദിവസം കോൺഗ്രസിൽ ചേർന്ന് ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് പോയത്. ഇതോ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി നിങ്ങളുടെ CPM മാറി.